കേരളത്തിൽ ഇപ്പോഴും BJP തന്നെയാണ് ഭരിക്കുന്നത്. BJPക്കെതിരാണ് കേരളത്തിൽ കോൺഗ്രസിന്റെ പോരാട്ടം. കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 4 മേഖലാ വിശ്വാസ സംരക്ഷണ ജാഥകൾ നടത്തി. BJP എന്ത് ചെയ്തു? ആ വിഷയത്തിൽ BJPയുടെ സമരം എന്തായിരുന്നു? BJPക്ക് എന്ത് പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ആ വിഷയത്തിലുള്ളത്? എൻ്റെ പേര് വെച്ചിട്ട് ഒരു അഭിപ്രായം പറഞ്ഞാൽ ഞാൻ ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ളത് മാറ്റി നിർത്തിയിട്ട് എന്നെ ക്രിസ്ത്യാനിയായിട്ട് ലേബൽ ചെയ്തിട്ട് ഞാൻ പറയുന്ന അഭിപ്രായം ആ രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടുക, അത് വലിയ അപകടമാണ്. ഇത് കേരളത്തിൽ തുടങ്ങി വെച്ചത് CPM ആണ്, അത് വളർത്തിയത് CPM ആണ്, കൊണ്ടു നടക്കുന്നതും CPM ആണ്. വെള്ളാപ്പള്ളിയെ കേരള തൊഗാഡിയ എന്ന് വിളിച്ച പിണറായി വിജയന് 10 വർഷങ്ങൾക്ക് ഇപ്പുറം വെള്ളാപ്പള്ളിയെ നിയന്ത്രിക്കാൻ പറ്റാതിരുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM-ഓടൊപ്പം നിൽക്കുന്ന പ്രവർത്തകർ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ VD സതീശന് വോട്ട് ചെയ്യുന്നതിന്റെ കാരണം അവർക്ക് മനസ്സിലാകുന്നില്ല. അത് ജനപക്ഷ പ്രവർത്തനം എന്ന് അതിനെ പറയാം. പിണറായി വിജയനെ പിന്തുണയ്ക്കുന്ന പാർട്ടിയാണ് BJP. അവർക്കെതിരെ നിൽക്കുന്ന ആരാണോ അവരാണ് ജനപക്ഷം. അത് UDF ആണ്. ഞങ്ങൾ ജയിക്കും. നമ്മൾ സംസാരിച്ചപ്പോൾ LDF-നെ കുറിച്ചും UDF-നെ കുറിച്ചുമാണ് കൂടുതൽ, അതായത് കോൺഗ്രസിനെ കുറിച്ചാണ് കൂടുതൽ സംസാരിച്ചത്. പക്ഷേ ഇവിടെ നമ്മൾ സംസാരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അതായത് BJP-യെ കുറിച്ച് നമുക്ക് ഒരിക്കലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒഴിവാക്കി നിർത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിയമസഭയിൽ ഒന്നിലധികം ആളുകൾ നിയമസഭയിലേക്ക് വരാൻ സാധ്യതയുണ്ട് BJP-യിൽ നിന്ന് എന്നാണ് കഴിഞ്ഞ ദിവസം നേഷൻ ഫസ്റ്റിൽ തന്നെ ഒരു BJP നേതാവ് നൽകിയ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു സാധ്യത ഇന്നിപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമോ? അല്ല, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ ആ സാധ്യത കാണുന്നില്ല. പക്ഷെ ഇപ്പൊ ഓൾറെഡി ഉണ്ടല്ലോ നിയമസഭയിൽ BJP-ക്കാര്. എണ്ണം കൂടുമെന്നാണ് പറയുന്നത്. ഇപ്പൊ 20ഓളം ആളുകൾ കേരളത്തിൽ 99 BJP-ക്കാരുണ്ട്. ഏകദേശം 98 BJP-ക്കാരുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ മറ്റെല്ലാ സംസ്ഥാനത്തും സംഘപരിവാർ ഭരിക്കുന്ന പോലെ കേരളത്തിൽ ഭരിക്കാൻ പറ്റുന്നത്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ നോക്കിയാൽ മതി, ഓരോ നടപടികൾ എടുത്തു നോക്കിയാൽ മതി. കേരളത്തിൽ ഇപ്പോഴും BJP തന്നെയാണ് ഭരിക്കുന്നത്. BJPക്കെതിരാണ് കേരളത്തിൽ കോൺഗ്രസിന്റെ പോരാട്ടം. ഏത് BJP എന്ന് ചോദിച്ചാൽ പിണറായി വിജയനും നരേന്ദ്രമോദിയും ഭരിക്കുന്ന ഇരട്ട എഞ്ചിൻ സർക്കാരിനെതിരായിട്ട്, CJPക്കെതിരായിട്ടാണ് ഞങ്ങളുടെ പോരാട്ടം. ഇനി BJPയുടെ താമര ചിഹ്നത്തിൽ ഒരു MLA ജയിച്ചാൽ, നേമത്തുനിന്ന് OR രാജഗോപാൽ ജയിച്ചല്ലോ, എന്ത് സംഭാവനയാണ് ചെയ്തത്? എന്താ ചെയ്തത്? 5 വർഷം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റി? ഞാൻ മനസ്സിലായില്ലേ? ഇനി സുരേഷ് ഗോപി പാർലമെന്റിലേക്ക് ജയിച്ചല്ലോ, താമര ചിഹ്നത്തിലല്ലേ ജയിച്ച് അല്ലേ? മാതാവിന് സ്വർണ്ണക്കിരീടം കൊടുത്തു, മുട്ടിലിഴഞ്ഞു, കുരുത്തോല കൊണ്ട് കുരിശുണ്ടാക്കി, പലതരം കോപ്രായങ്ങൾ കാണിച്ചു. എന്താ ഉണ്ടായേ? ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആരോടാ ചോദിക്കുന്നത്? നിങ്ങൾ ആരാന്നൊക്കെയാ വോട്ടർമാരോട് ചോദിച്ചത് അല്ലേ? ഞാൻ എവിടെ നിന്ന് വരുന്നു നോക്കിയിട്ട് വേണം നിങ്ങൾ ചോദിക്കാൻ എന്നൊക്കെയാ. നമ്മൾ അത്രയും പ്രയാസപ്പെടേണ്ട കാര്യമില്ലെന്നേ. അപ്പോൾ സുരേഷ് ഗോപിയുടെ ജയമുണ്ട്. BJP ജയിച്ച ഓരോ ഘട്ടവും നമ്മൾ നോക്കുക, എന്ത് ഗുണം ഉണ്ടായിക്കോ സാധാരണ ആളുകൾക്ക്. സുരേഷ് ഗോപി എന്നുള്ള MP ജയിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ കലുങ്ക് സംവാദങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളിൽ ബഹുഭൂരിപക്ഷം BJP-ക്കാരും ആ പാർട്ടി വിടുന്ന ഗതികേട്ടിലെത്തി അല്ലേ? ഒന്ന് നിവേദനം കൊടുക്കാൻ പോലും, അത് വാങ്ങാൻ പോലും നേരമില്ലാത്ത ഒരു ജനപ്രതിനിധിയെ ജയിപ്പിക്കേണ്ട കാര്യമില്ല. ഇനി BJP-യുടെ രാഷ്ട്രീയ നിലപാടെന്താ? ഇനി ഏറ്റവും അവസാനത്തെ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ BJP-യുടെ നിലപാടെന്താ? കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ 4 മേഖലാ വിശ്വാസ സംരക്ഷണ ജാഥകൾ നടത്തി. BJP എന്ത് ചെയ്തു? ആ വിഷയത്തിൽ BJP-യുടെ സമരം എന്തായിരുന്നു? BJPക്ക് എന്ത് പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ആ വിഷയത്തിലുള്ളത്? BJP പറയുന്നത് ദേവസ്വം ബോർഡുകൾ മുഴുവൻ മറ്റേ സംഘപരിവാറിന് വിട്ടു കൊടുക്കണമെന്നുള്ള ആർഗ്യുമെന്റ്. അതായത് നിലവിൽ നടന്ന സ്വർണ്ണക്കൊള്ളയിൽ BJP-യുടെ സ്റ്റാൻഡ് എന്താ? ഇനി കരുവന്നൂരിലെ കള്ളസഖാക്കന്മാരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് സുരേഷ് ഗോപിയുടെ ഒരു പദയാത്ര നടത്തിയത്. സുരേഷ് ഗോപി നടന്ന് പദ വന്നതല്ലാതെ ഒരു സഖാവിനെയും പിടിച്ചില്ല. സ്വർണ്ണക്കൊള്ള നടത്തിയ മുഖ്യമന്ത്രിയുടെ ആഫീസ് അറിയാമെന്നാണ് നരേന്ദ്രമോദി തൃശ്ശൂർ വന്ന് തേക്കിൻകാട് മൈതാനത്ത് പ്രസംഗിച്ചത്. മുഖ്യമന്ത്രിക്കെതിരെ എന്തെങ്കിലും നടപടിയെടുത്തോ? അന്വേഷിച്ചോ? ലൈഫ് മിഷനിലെ കോഴ എന്ത് നടപടി ഉണ്ടായി? മകളുടെ മാസപ്പടി കേസിൽ എന്ത് നടപടി ഉണ്ടായി? മകൻ കിട്ടിയ ED നോട്ടീസിൽ എന്ത് നടപടി ഉണ്ടായി? പിണറായി വിജയനെതിരായിട്ടുള്ള CBIയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ഹാജരാകാത്ത ആ സുപ്രീം കോടതിയിൽ 38 തവണ മാറ്റിവെച്ച വിഷയത്തിൽ എന്ത് നിലപാടുണ്ടായി? പിണറായി വിജയനെ പിന്തുണയ്ക്കുന്ന പാർട്ടിയാണ് BJP. പിന്നെ ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഒരു ചക്കളത്തി പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഗവർണറെ ഒന്ന് വിടും, ഒരു ചെറിയ അഭ്യാസമൊക്കെ നടത്തി തിരിച്ചു കയറും. ആർലേക്കറും പിണറായി വിജയനും നിർമ്മലാ സീതാരാമനും KV തോമസും കൂടി ചർച്ച ചെയ്ത് എന്താണ് നമുക്കറിയാമോ? ആർലേക്കറേയും അതുപോലെ ആനന്ദബോസിനെയും RSSകാരായിട്ടുള്ള ഗവർണർമാരെ എന്തിനാണ് പിണറായി വിജയൻ അത്താഴ വിരുന്നിന് വിളിക്കുന്നത്? നമുക്കറിയണ്ടേ? നമുക്കറിയില്ല. എന്ത് സന്ധിയുടെ പേരിലാണ് RSSകാരായിട്ടുള്ള ഗവർണറും പിണറായി വിജയനും 2 VC-മാരെ പങ്കുവെച്ചെടുത്തത്? ആ പങ്കുവെച്ച ആ സമയം മുതൽ സിസ തോമസിനെതിരെ CPM പറഞ്ഞ എല്ലാ അയോഗ്യതയും മാറ്റിവെക്കപ്പെട്ടല്ലോ. എങ്ങനെയാണ് അയോഗ്യത മാറ്റപ്പെട്ടത്? നമുക്കറിയണ്ടേ?
3.5 വർഷക്കാലം ഒപ്പുവെക്കാതിരുന്ന PM ശ്രീയിൽ എങ്ങനെയാണ് ആരെയും അറിയിക്കാതെ ഒളിച്ചുപോയി പിണറായി വിജയൻ സർക്കാർ ഒപ്പുവെച്ചത്? ഇനി PM ശ്രീ നല്ലതായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് 3.5 കൊല്ലക്കാലം ഒപ്പുവെക്കാതിരുന്നത്? അങ്ങനെയാണ് ഞാൻ വൈകിച്ചതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണ്ടേ? അപ്പോൾ BJP ഒരു തരത്തിലും അടുപ്പിക്കാൻ പറ്റില്ല. BJP പോളിസിയാണ് ഇവിടെ പിണറായി വിജയൻ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. വിശ്വാസികളുടെ പ്രശ്നമായിക്കൊള്ളട്ടെ. ഇനി ഈ BJP ഹിന്ദുക്കളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പറയുന്നത്. വിലക്കയറ്റം ഹിന്ദുക്കളെ എല്ലാവരെയും ബാധിക്കില്ലേ? കേരളത്തിൽ വിലക്കയറ്റത്തെ കുറിച്ച് BJP നിലപാട് എന്താ? പെട്രോളിയം നികുതി ഭീകരതയെ കുറിച്ചിട്ട് എന്താ നിലപാട്? പെൻഷൻ നിഷേധിക്കപ്പെടുന്നതിനെ കുറിച്ച് എന്താ നിലപാട്? ചൂരൽമല മുണ്ടക്കൈ ദുരിത ബാധിതരിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരും ഇല്ലേ? BJP നിലപാട് എന്താ? അപ്പൊ കേരളത്തിലെ ഏത് വിഷയം എടുത്താലും അതിലൊക്കെ പിണറായി വിജയന്റെ ഓരം പറ്റിക്കൊണ്ട് നിഴൽ പറ്റിക്കൊണ്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ് BJP. BJPക്ക് ജയിക്കാൻ ഒരു സാധ്യതയുമില്ല. ഞങ്ങൾ ഈ രാഷ്ട്രീയം തന്നെയാണ് പറയുന്നത്. നമ്മൾ തെരുവ് നിറഞ്ഞ് സമരം ചെയ്തപ്പോൾ ഇനി ആശാ വർക്കർമാരുടെ സമരം എടുക്കൂ. സുരേഷ് ഗോപി അവിടെ പോയി കുറെ പ്രസംഗമൊക്കെ നടത്തിയല്ലോ. അത് കഴിഞ്ഞ് ഓർഡറുമായിട്ട് വരാൻ പറഞ്ഞിട്ടോ അപ്പോൾ ഓടിയതാണ് സുരേഷ് ഗോപി. പിന്നെ തിരിച്ചു വന്നില്ല. എന്ത് അനുഭാവപൂർവ്വമായിട്ടുള്ള നടപടി എടുത്തിട്ടുള്ളത്? ഓരോ വിഷയവും പരിശോധിക്കുക, ഓരോന്നിന്റെ മെറിറ്റ് എടുക്കുക. ആൾക്കൂട്ട കൊലപാതകങ്ങൾ എടുത്തോട്ടെ, അല്ലെങ്കിൽ പെട്രോളിയം നികുതി ഭീകരത എടുത്തോട്ടെ, അല്ലെങ്കിൽ വിലക്കയറ്റം എടുത്തോട്ടെ, ഏത് കാര്യമെടുത്താലും നരേന്ദ്രമോദിയും പിണറായി വിജയന്റെയും ഇരട്ട എഞ്ചിൻ സർക്കാരാണ് കേരളത്തിൽ ഭരിക്കുന്നത്. അതുകൊണ്ട് അവർക്കെതിരെ നിൽക്കുന്ന ആരാണോ അവരാണ് ജനപക്ഷം. അത് UDF ആണ്. ഞങ്ങൾ ജയിക്കും. BJP കേരളത്തിന്റെ നിയമസഭയിലേക്ക് അക്കൗണ്ട് തുറക്കുകയും. ഇതിപ്പോൾ പറയുമ്പോൾ CJP എന്ന് പറഞ്ഞുകൊണ്ടൊരു പുതിയ ഒരു പാർട്ടിയായി മാറി എന്ന് പറയുമ്പോൾ ഇപ്പോൾ CPM ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് VD സതീശൻ ഇത്തരത്തിൽ പറവൂർ വിജയിച്ചത് BJP സഖ്യത്തോടു കൂടിയാണ് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. BJP സഹായത്തോടു കൂടിയാണ് ഇത്രയും നാൾ അധികാരത്തിലിരുന്നത്. ഇനിയിപ്പോൾ CPM BJPക്കും കോൺഗ്രസിനും എതിരെ മത്സരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയ CPI മാറി CPM അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ ഉദ്ദേശിക്കുന്നത്. അവർക്കത് ഞാൻ പറഞ്ഞില്ലേ, തലക്കെന്തോ കുഴപ്പമുള്ള ആളുകൾ ആ ഭാഗത്തുണ്ടെന്നത്. അത്യാവശ്യമായിട്ട് വീണ ജോർജിന്റെ വകുപ്പിൽ പോയിട്ട് കാര്യമില്ല. കൊള്ളാവുന്ന ഏതെങ്കിലും ആശുപത്രിയിൽ പോയി സൈക്കാട്രിസ്റ്റുകളെ കാണണം. കാരണം അവർ പറയുന്നത് CPI മത്സരിക്കുമ്പോൾ BJP പിന്തുണയോടുകൂടിയാണ് സതീശൻ ജയിക്കുന്നതെന്നുള്ള അവർ പറയുന്നത്. അപ്പൊ CPM മത്സരിക്കുമ്പോൾ സതീശനെ തോൽപ്പിക്കാന്നുള്ള അവർ പറയുന്നത്. അപ്പൊ CPM മത്സരിക്കുമ്പോൾ BJP വോട്ട് അവർക്ക് കിട്ടുമോ? എന്താ അവർ പറയുന്നത് ലോജിക്? ആ ഒരു സഖ്യം പൊളിച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത്. ആ സഖ്യം എങ്ങനെ പൊളിക്കും? BJP വോട്ട് CPM കിട്ടുന്നത് കൊണ്ടായിരിക്കണമല്ലോ, അല്ലാതെ എങ്ങനെ പൊളിക്കാൻ പറ്റുക? ഈ VD സതീശന് കിട്ടുന്ന BJP വോട്ട് കൊണ്ടാണെങ്കിൽ ആ വോട്ട് CPM വരുമ്പോൾ മത്സരിക്കുമ്പോൾ പൊളിക്കാൻ പറ്റുന്നെങ്കിൽ ആ വോട്ട് CPM കിട്ടുന്നല്ലേ? അപ്പൊ പിന്നെ CPM BJP തമ്മിൽ ധാരണയാണല്ലോ. ഇനി അതവിടെ നിൽക്കട്ടെ. VD സതീശനെതിരെ BD ജയസിന്റെ സ്ഥാനാർത്ഥി മത്സരിച്ചു കഴിഞ്ഞ പ്രാവശ്യം. സാന്റിയാഗോ മാർട്ടിന്റെ സ്ഥാനാർത്ഥി മത്സരിച്ച്. മനസ്സിലായി? ലോട്ടറി കേസിന് ശേഷം ഒരുപാട് സ്ഥാനാർത്ഥികളെ പരീക്ഷിച്ചില്ലേ? പന്ന്യൻ രവീന്ദ്രൻ തൊട്ട് ഇങ്ങോട്ട് പലരെയും പരീക്ഷിച്ചില്ലേ? ഓരോ വട്ടവും VD സതീശന്റെ ഭൂരിപക്ഷം വർദ്ധിക്കുകയല്ലേ ചെയ്തത്. ഇനി ഭൂരിപക്ഷം വർദ്ധിക്കുക എന്ന് മാത്രമല്ല, ചിറ്റാറ്റുകര വടക്കേക്കര പോലെ CPM കോട്ടയായിട്ടുള്ള ഇടങ്ങളിൽ പോലും അവിടുത്തെ പാർട്ടി മെമ്പർമാർ പോലും VD സതീശനാണ് വോട്ട് ചെയ്യുന്നത്. നിയമസഭാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM നിൽക്കുന്ന പ്രവർത്തകർ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ VD സതീശന് വോട്ട് ചെയ്യുന്നതിന്റെ കാരണം അവർക്ക് മനസ്സിലാകുന്നില്ല. അത് ജനപക്ഷ പ്രവർത്തനം എന്ന് അതിനെ പറയാം. അത് BGM വിട്ട് വെറുതെ റോട്ടിൽ കൂടെ നടന്നാൽ മാത്രം കിട്ടില്ല. അത് പറവൂർ നിയോജക മണ്ഡലവും ധർമ്മടവും നിയോജക മണ്ഡലവും തമ്മിൽ കമ്പയർ ചെയ്താൽ മാത്രം മതി. മനുഷ്യർക്ക് അത് മനസ്സിലായിക്കോളും. ധർമ്മടത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ അവസ്ഥയും പറവൂരിലെ മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ അവസ്ഥയും നോക്കിയാൽ മതി. അവിടുത്തെ രണ്ട് മണ്ഡലങ്ങളിലെയും ജനങ്ങളുടെ ജീവിത നിലവാരവും സാഹചര്യങ്ങളും പരിശോധിച്ചാൽ മാത്രം മതി. ഒന്ന് മുഖ്യമന്ത്രിയുടെ, ഒന്ന് പ്രതിപക്ഷ നേതാവിൻ്റെയാണ്. ഇനി പ്രളയം വന്നു, വലിയ കെടുതികൾ വന്നു കേരളത്തിൽ. പറവൂർ എങ്ങനെയാണ് പദ്ധതികൾ നടപ്പാക്കിയത്, ധർമ്മടത്ത് എങ്ങനെയാണ് നടപ്പാക്കിയത്, ഓരോന്നെടുത്ത് പരിശോധിച്ചോട്ടെ. CPM പതിറ്റാണ്ടുകളായിട്ട് ജയിക്കുന്ന ഓരോ മണ്ഡലം എടുത്ത് പരിശോധിച്ചോട്ടെ. അപ്പം അറിയാം എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഭൂരിപക്ഷം കൂടുന്നതെന്ന്. ഇനി BJP VD സതീശനെ പിന്തുണയ്ക്കുന്നു തോന്നുന്നുണ്ടോ? അവിടെ വിസ്ഡം യൂത്തിന്റെ ആളുകൾ വീട്ടിൽ കയറി ലീഫ്ലെറ്റ് കൊടുത്തപ്പോൾ RSSകാർ അവരെ ആക്രമിച്ച വിഷയത്തിൽ നിയമസഭയ്ക്കകത്ത് വരെ വന്ന് പ്രതിഷേധിച്ച ആളുടെ പേരാണ് VD സതീശൻ. അവർക്ക് ഒറ്റ വോട്ട് പോലും ഇല്ല അവിടെ. എന്നിട്ടും അപ്പോൾ ഇത്രത്തോളം ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അഭിപ്രായം പറയുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനെ BJP പിന്തുണയ്ക്കുന്നു പറഞ്ഞാൽ അത് ഈ പറഞ്ഞ എന്താ പറയുക, വിവരക്കേടെന്നാ പറയാൻ പറ്റുള്ളൂ. അതേസമയം അപ്പുറത്ത് എന്താ MP ഗോവിന്ദൻ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ RSSും തമ്മിൽ ധാരണയുണ്ടായിരുന്നു, ബന്ധം ഉണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഒരാളെ ഏറ്റവും മോശമാക്കാൻ ഏറ്റവും എളുപ്പം സംഘപരിവാറാന്ന് പറയുന്നതാണ്. RSS ആയിട്ട് BJP ആയിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു. BJPക്കാർക്ക് അതിനൊരു നാണമില്ല. കാരണം ഞങ്ങളെ കൂട്ടിയാണ് എല്ലാവരും മോശക്കാരെന്ന് പറയുന്നത്. BJP ആയിട്ട് ചേർന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോഴും മോശപ്പെട്ട ഒരു കാര്യമാണ്.
അപ്പോൾ പറവൂർ അവർ തീരുമാനിച്ചോട്ടെ, അവരുടെ പാർട്ടി മെമ്പർമാരുടെ വോട്ട് എവിടേക്കാണ് പോകണമെന്ന് അവർ അന്വേഷിച്ച് കണ്ടെത്തിക്കോട്ടെ. അവർക്ക് ഒരുപാട് സംവിധാനങ്ങളുണ്ടല്ലോ, അവരന്വേഷിച്ച് കണ്ടെത്തട്ടെ. അത് അവർ നേരിട്ട് മത്സരിക്കുകയാണെങ്കിൽ നന്നായിരിക്കും എന്ന് ഞാൻ പറയാനുള്ളത്. കാരണം അത് പറ്റുമെങ്കിൽ പിണറായി വിജയൻ തന്നെ വന്ന് മത്സരിക്കണം. ധർമ്മടത്ത് നിൽക്കാതെ VD സതീശനെ തോൽപ്പിക്കാൻ പിണറായി വിജയനോ മുഹമ്മദ് റിയാസോ അതുപോലെയുള്ള ആളുകളൊക്കെ മത്സരിക്കട്ടെ. MP ഗോവിന്ദനെ ക്ഷണിക്കാം. അല്ല, MP ഗോവിന്ദൻ ഇത്തവണ മത്സരിക്കുന്നില്ലല്ലോ. അല്ല, അങ്ങനെ വേണ്ടെന്നേ. പിണറായി വിജയന് ഒരു പ്രത്യേക ആനുകൂല്യം കൊടുക്കുകയാണെങ്കിൽ MP ഗോവിന്ദനും കൊടുക്കണമല്ലോ. അദ്ദേഹത്തിന് അർഹതപ്പെട്ടതല്ലേ, അദ്ദേഹത്തിനും കൊടുക്കണം. പിണറായി വിജയന് ഇല്ലാത്ത എന്ത് കുറവുകളാണ് MP ഗോവിന്ദനുള്ളത്? അപ്പൊ അങ്ങനെ മാറ്റി നിർത്താൻ പാടില്ല. അപ്പോൾ MP ഗോവിന്ദൻ പറ്റുമെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ വന്ന് VD സതീശനെതിരെ പറവൂർ മത്സരിക്കട്ടെ, മത്സരം കൊഴുക്കട്ടെ എന്ന്. അപ്പൊ അവരുടെ പാർട്ടിയുടെ വോട്ട് എങ്ങോട്ടാ പോകണമെന്ന് അവർക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതെ, തീർച്ചയായിട്ടും വളരെ രസകരമായ ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടടുത്ത് രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ തന്നെയും പലപ്പോഴും ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു BJPയുടെ ഒരു വളർച്ച, പക്ഷെ നമുക്കത് കേരളത്തിൽ ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കാത്ത ഒന്നായി ഇപ്പോൾ BJPയുടെ വളർച്ച മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയൊക്കെ നമ്മൾ പറയുമ്പോഴും, നമ്മൾ CPMന്റെ വോട്ട് കുറയുമെന്നും കോൺഗ്രസ് വിജയിക്കുമെന്നും പറയുമ്പോഴും, അവിടെ നിയമസഭയിൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഇനി ഉണ്ടാകില്ല എന്ന് പറഞ്ഞാലും BJPയുടെ വളർച്ച പൂർണ്ണമായി ഒക്കെ തള്ളിക്കളയാൻ പറ്റുമോ? ഇല്ല, BJPയുടെ വളർച്ച തള്ളിക്കളയാൻ പറ്റില്ലെന്ന് മാത്രമല്ല, അതിന്റെ കാരണം CPM തന്നെയാണ്. CPM അനാവശ്യമായിട്ട്, അനാവശ്യമൊന്നല്ല, ആവശ്യത്തിന് പോലും ഉപയോഗിക്കുമ്പോൾ അവർ ഉപയോഗിക്കുന്ന ഇസ്ലാമോഫോബിക് ടൂൾസ്, അവർ വിതയ്ക്കുന്ന വിത്തിന്റെ വിള കൊയ്യുന്നത് BJPയാണ്. അതെ, ഇപ്പൊ വെള്ളാപ്പള്ളി അവർ കയറൂരിട്ട് വിട്ടിരിക്കുക, PC ജോർജിനെ, പ്രതീഷ് വിശ്വനാഥനെ, ശശികലയെ, അങ്ങനെ കുറേ ആളുകളെ വിട്ടിട്ടുണ്ട്. ഇവർ ഈ പറഞ്ഞു പരത്തുന്നതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് കിട്ടുന്നത് BJPക്കാണ്. BJPയുടെ വളർച്ചയെ തടസ്സപ്പെടുത്താൻ നമുക്ക് പറ്റും, ഇല്ലാതാക്കാൻ സമയമെടുക്കും. കാരണം കേരളം നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ആഴത്തിൽ മതേതരമാണ് എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. ഇപ്പോൾ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരാൾ അഭിപ്രായം പറയുമ്പോൾ ആ ആളുടെ ജാതിയും മതവും കൂടി നോക്കിയിട്ടാണ് അഭിപ്രായത്തെ സാധൂകരിക്കുന്നത്. അതെ, വലിയ അപകടമാണ്. ഇപ്പോൾ എനിക്ക് എൻ്റെ പേര് വെച്ചിട്ട് ഒരു അഭിപ്രായം പറഞ്ഞാൽ ഞാൻ ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ളത് മാറ്റി നിർത്തിയിട്ട് എന്നെ ക്രിസ്ത്യാനിയായിട്ട് ലേബൽ ചെയ്തിട്ട് ഞാൻ പറയുന്ന അഭിപ്രായം ആ രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടുക, അത് വലിയ അപകടമാണ്. ഇത് കേരളത്തിൽ തുടങ്ങി വെച്ചത് CPM ആണ്, അത് വളർത്തിയത് CPM ആണ്, കൊണ്ടു നടക്കുന്നതും CPM ആണ്. ഉത്തരവാദി അവർ തന്നെയാണ്. മറ്റു പലരും അറിയാതെയൊക്കെ അതിൽ ചെന്ന് വിടുന്നുണ്ടാവും. BJPയേക്കാൾ നന്നായിട്ട് വർഗീയത പറയുന്ന ഒരു CPMകാരാണ്, നേരിട്ടുള്ള അനുഭവത്തിൽ നിന്ന് പറയുന്നത്. CPM നിർമ്മിക്കുന്ന ടൂൾസ്, ക്യാപ്സ്യൂൾസ് BJPക്ക് കൊടുക്കുക, അവരാണ് പിന്നെ സപ്ലൈ ചെയ്യുന്നത് മുഴുവൻ, അവർ വിതരണം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ പല ഘട്ടത്തിലും. അത് CPM കൊണ്ടുവന്നൊരു പരിപാടി. അപ്പോൾ BJPയുടെ വളർച്ച തടയുക എന്നുള്ളത്, BJPയുടെ വളർച്ച എന്നുള്ളതിനേക്കാൾ സംഘപരിവാർ ബോധത്തിൻ്റെ വളർച്ചയാണ് തടയേണ്ടത്. അതായത് നമുക്ക് എങ്ങനെയാണ് ഒറ്റപ്പെട്ട മനുഷ്യരെ ആക്രമിക്കാൻ തോന്നുന്നത്? എങ്ങനെയാണ് ഒറ്റപ്പെട്ട മനുഷ്യരെ ആൾക്കൂട്ടം ചേർന്ന് ആക്രമിക്കാൻ തോന്നുന്നത്? അതൊരു സംഘപരിവാർ ബോധമാണ്. ക്യാമ്പസുകളിൽ SFIക്കാർ കാണിക്കുന്നതും തെരുവുകളിൽ DYFI കാണിക്കുന്നതും പോളിംഗ് ബൂത്തിൽ CPM കാണിക്കുന്നത് ഇത് തന്നെയാണ് വാളയാറിൽ പാവം പിടിച്ച മനുഷ്യനെ തല്ലിക്കൊന്നപ്പോൾ കണ്ടതും, മധുവിനെ അട്ടപ്പാടിയിൽ തല്ലിക്കൊന്നപ്പോൾ കണ്ടതും. ഇതൊരു സംഘപരിവാർ ബോധമാണ്. ആൾക്കൂട്ടത്തിന്റെ ബലത്തിൽ, കായിക ബലത്തിൽ ഒരു ഒറ്റപ്പെട്ട മനുഷ്യനെ കൊല്ലുക. ഇത് തന്നെയാണ് മതന്യൂനപക്ഷങ്ങൾക്കെതിരെ അക്രമം നടത്താൻ സംഘപരിവാർ ഉപയോഗിക്കുന്നത്. ഈ ബോധം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും CPM തന്നെയാണ്. ഇതിൻ്റെ ഫലം കിട്ടുന്നത് BJPക്ക്. ഇനി പ്രാദേശികമായിട്ട് ഏതെങ്കിലും ഒരു നേതാവോ നേതാവിൻ്റെ മക്കളോ ഒക്കെ BJPയിലേക്ക് പോകുമ്പോൾ വലിയ രീതിയിൽ പ്രചരണം കൊടുക്കുക. അതെ, പ്രാദേശികമായിട്ട് BJPയുടെ പ്രവർത്തകരിൽ ബഹുഭൂരിപക്ഷവും പഴയ CPMകാരായിരുന്നു. നിങ്ങൾ അന്വേഷിച്ച് നോക്കിയോ? ഇപ്പം ഞാൻ ഈ ഇലക്ഷനിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലായതാ, BJPയുടെ പ്രാദേശിക പ്രവർത്തകരിൽ ബഹുഭൂരിപക്ഷവും പഴയ CPMകാരായിരുന്നു. മറ്റു പാർട്ടിക്കാരും ഉണ്ട്, ഇല്ലെന്നല്ല, പക്ഷെ കൂടുതലും CPM നിന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഇവരുടെ വൈരുദ്ധ്യാത്മിക ഭൗതികവാദമൊന്നും ഇവരുടെ സഖാക്കന്മാർ പഠിച്ചിട്ടൊന്നുമില്ല. ഇവർ ഈ താൽക്കാലിക ലാഭത്തിന് വേണ്ടി എടുത്തുപയോഗിക്കുന്ന ഈ പലതരം ഫോബിയ ടൂൾസ്, അത് കൃത്യമായിട്ട് ആളുകളിലേക്ക് പല രീതിയിലാണ് ചെല്ലുന്നത്. ഇപ്പോൾ വെള്ളാപ്പള്ളിയെ നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നത് എന്തുകൊണ്ടാണ്? വെള്ളാപ്പള്ളിയെ കേരള തൊഗാഡിയെന്ന് വിളിച്ച പിണറായി വിജയന് 10 വർഷങ്ങൾക്ക് ഇപ്പുറം വെള്ളാപ്പള്ളിയെ നിയന്ത്രിക്കാൻ പറ്റാതിരുന്നത് എന്തുകൊണ്ടാണ്? വെള്ളാപ്പള്ളി അത്രത്തോളം ചേർത്ത് നിർത്തുന്നുണ്ട് എന്നുള്ളതാണ് പിണറായിയുടെ നാവ് എന്നാണ് ഇപ്പോൾ പിണറായിയുടെ നാവാണ്. പിണറായി വിജയൻ ആഗ്രഹിക്കുന്ന വെള്ളാപ്പള്ളി പറയുന്നത് വെള്ളാപ്പള്ളി എല്ലാവരെയും തെറി പറയും. എന്ത് പിണറായി വിജയനെ എതിരെ പറയാത്ത? കാരണമുണ്ട്. പിണറായി വിജയൻ വിജിലൻസ് വകുപ്പിന്റെ മന്ത്രിയാണ്, ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്.
വെള്ളാപ്പള്ളി നടേശൻ വിജിലൻസ് കേസിലെ പ്രതിയാ, മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ. അതെ. മാത്രമല്ല മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരു പാവപ്പെട്ട ശ്രീനാരായണീയൻ ആത്മഹത്യ ചെയ്ത ആത്മഹത്യ പ്രേരണ കുറ്റത്തിലെ പ്രതിയാക്കപ്പെട്ട ആളാണ് വെള്ളാപ്പള്ളി നടേശൻ അല്ലേ. അങ്ങനെ പ്രതിയാക്കപ്പെട്ട ഒരാളാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോടൊപ്പം കാറിൽ സഞ്ചരിക്കുന്നത്. എന്തിനാ പോകുന്നത്? നവോത്ഥാന സമിതിയുടെ സംരക്ഷണ സമിതിയുടെ അധ്യക്ഷനായിട്ട്. അത് സർക്കാരിൻ്റെ ഒരു സംവിധാനമാണ്. ആഗോള അയ്യപ്പ സംഗമത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ വെള്ളാപ്പള്ളി നടേശനെ വെച്ച് മുന്നോട്ട് പോകുന്നതാണ്. ശ്രീനാരായണീയരുടെ പോലും വോട്ട് CPM കിട്ടില്ല, ഒരു കാരണവശാലും കിട്ടില്ല. മനുഷ്യരുടെ മതേതര ബോധത്തെ വെല്ലുവിളിക്കുന്നത് CPM ആണ്. അത് കഴിഞ്ഞിട്ടേ BJP ചെയ്യുന്നുള്ളൂ. അപ്പോൾ BJPയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ CPMന്റെ ഈ നെഗറ്റീവ് പൊളിറ്റിക്സ് ആണ്. ഈ നെഗറ്റീവ് പൊളിറ്റിക്സിൽ നിന്ന് അവർ മാറണം. CPM ലെഫ്റ്റ് ആവണം. ഇപ്പോൾ CPM റൈറ്റ് വിങ് പൊളിറ്റിക്കൽ പാർട്ടിയാണ്. കേരളത്തിൽ ജയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭരണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയും മകനും ഒന്നും ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് വിങ് പാർട്ടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുക, വലതുപക്ഷ പാർട്ടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുക. കേരളത്തിൽ കോൺഗ്രസിനെ പോലെയുള്ള പാർട്ടികൾ ലെഫ്റ്റ് പൊസിഷൻ സ്ട്രോങ് ആയിട്ട് എടുക്കുമ്പോൾ CPM റൈറ്റ് വിങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ തെളിവാണിത്. അതിൻ്റെ ഗുണം BJPക്കാണ്. ഇത് പഠിക്കും അവർ.